സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം ഭാര്യയോ എന്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എന്റെ ഭാര്യയോ എന്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളോ അവർക്ക് ഒരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു മാരാറിന്റെ സുഖപ്രസവത്തിന് ശേഷം ഫാമിലി ബ്ലാക്ക്മെയിൽ ഡ്രാമയുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അഖിലണ്ണൻ. ഇനി എന്തെങ്കിലും എന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞാലോ, എന്റെ കുട്ടികളെ പറ്റി പറഞ്ഞാലോ, ഇവർക്ക് ആർക്കെങ്കിലും ഒരു തരി സങ്കടം വന്നാലോ ഞാൻ ഈ കുട്ടികളെ കൊണ്ട് തന്നെ കേസ് കുടിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അഖിലണ്ണ. അപ്പൊ അഖിലണ്ണ, നിങ്ങളെ ഭാര്യയെയോ കുട്ടികളോ ആരും ഇതുവരെയായിട്ടും വിമർശിച്ചായിട്ടൊന്നും ഞാൻ ഇതുവരെ ഏത് വീഡിയോയിലും കണ്ടിട്ടില്ല. അവിടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളെ ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളി. അപ്പൊ ഈ സ്ത്രീജനങ്ങളെ പറ്റി മൊത്തം നിങ്ങൾ പറഞ്ഞതോ? അവരും ഓരോ കുടുംബത്തിലെ അംഗങ്ങളല്ലേ അഖിലണ്ണ? ഡോക്ടറെ കാര്യങ്ങൾ വിട്. നിങ്ങൾ ഗർഭിണികളായ സ്ത്രീകളുടെ രക്ഷിതാക്കളെ പറ്റി പറഞ്ഞില്ലേ? അവര് പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ ഈ ഗർഭാധാരണം ഒരു മാറാരോഗമായി കാണുന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലെന്ന് പറയരുത് കേട്ടോ അഖിലണ്ണ. നമുക്ക് അടുത്തുകൂടി കേട്ടിട്ട് വരാം. സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറി വിളിക്കാൻ നടക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ അയ്യോ, ദേ BJP ഇങ്ങ് തിളച്ചു വരുന്ന കണ്ടാം. നിങ്ങളെ വിമർശിക്കുന്നവരൊക്കെ തീവ്രവാദികളാണത്രേ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ രാജ്യദ്രോഹി എന്നും കൂടി വിളിക്കും അല്ല അഖിലണ്ണ? അടുത്ത് നോക്കാം. ഇന്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവിടെ തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എന്റെ അറിവിലോ എന്റെ കാഴ്ചയിലോ ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതെന്റെ മക്കളെടുത്ത് ചോദിച്ചാൽ അവർ ഈ അഖിലണ്ണന് ഒരു വിചാരമുണ്ട്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഫാമിലി അഖിലണ്ണൻ്റെതാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിവരം കൂടിയ വ്യക്തി അഖിലാണെന്നുള്ള ഒരു ധാരണ അഖിലണ്ണന് മുമ്പേ ഉണ്ട്. അടുത്തത് പണ. ഈ സമൂഹത്തില് കുടുംബം കലക്കാൻ നടക്കുന്ന ഈ നാറികള് ഒന്ന് ചുമ്മാ അറിയട്ടെ, എന്താണ് കുടുംബം, എന്താണ് കുടുംബത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ പോലും എന്തടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലം കുടുംബം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു മൂല്യം അണ്ണൻ പറയുന്നത് കേൾക്കണ്ട. കുടുംബത്തിന്റെ മൂല്യം എന്താണെന്ന് അറിയണം. സന്തോഷത്തോടെ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അറിയണം. കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിയുടെ മൂല്യം എന്താണെന്ന് അറിയണം. ഇതൊക്കെ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അണ്ണൻ പറയുന്നത് പോലെ കേട്ട് ജീവിച്ചോളുക. അണ്ണൻ പറ, അണ്ണൻ അടുത്ത പറ. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളൂ. എന്റെയും ഈ കുടുംബത്തിനകത്തും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒരു ക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിച്ചാൽ മതി. അല്ലാതെ ഈ മറ്റൊരാളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കണം. അണ്ണൻ ഈ പറഞ്ഞത് ആരുടെ കുടുംബത്തിനെ പറ്റിയാ? വിമർശനങ്ങൾ വരുമ്പോ താങ്ങാൻ പറ്റണം എന്റെ അണ്ണ. എല്ലായ്പ്പോഴും നിങ്ങൾ ഇങ്ങനെ തലയിൽ വെച്ച് നടക്കുമെന്ന് വിചാരിക്കല്ലേ. സഹിക്കാൻ പറ്റാത്തപ്പോ ഫാമിലിയും കൂട്ടിട്ട് ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഒന്ന് പോണ. ഇനി അണ്ണൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. അത് ഫുള്ള് വായിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും വേണം. അതുകൊണ്ട് അത് നടക്കൂല, ഫുള്ള് വായിക്കണം നടക്കൂല. അതിൽ ഒരു കുറച്ച് ഭാഗം മാത്രം വായിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അണ്ണനോട് വേറൊരു കാര്യം, ഈ ChatGPT ഈ ഷോർട്ട് വേർഷൻ കിട്ടും. അത് പിന്നെ ഫുൾ വേർഷന് പകരം എനിക്ക് ഷോർട്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ ChatGPT ഷോർട്ട് വേർഷൻ തരും. ഇനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഷോർട്ട് വേർഷൻ പോസ്റ്റ് ചെയ്താൽ വായിക്കുന്നവർക്ക് ഒരു ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും സമയം വായിക്കണ്ടേ എന്ന് അണ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാട്ടോ. പ്രസവം എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന മഹത്തായ ഉദാത്തമായ ഒരു ക്രിയയാണ്. അതെ, അത് ആരും ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അത് എൻജോയ് ചെയ്യണമെങ്കിൽ താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന ചിന്തയും അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. ശരിയണ്ണ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഗർഭിണി ആയിരിക്കുമ്പോ വല്ലാണ്ട് ഛർദിക്കാൻ മുട്ടിയിട്ട് ഛർദി നിൽക്കുന്നേ ഇല്ല. അപ്പം ഈ ആത്മനിർവൃതി കൊണ്ട് ആ ഛർദി അങ്ങ് നിർത്താൻ പറ്റുമോ? അതേപോലെ ഈ ഗർഭിണിയായ സമയത്ത് എന്റെ ഭാര്യക്ക് ഗർഭിണിയായ സമയത്ത് ഞാൻ കണ്ടായിരുന്നു, ഈ കാലൊക്കെ നീര് വെച്ചിട്ട് വല്ലാണ്ട് വീങ്ങും. അപ്പം കുറച്ച് ആത്മനിർവൃതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാലിന്റെ വണ്ണൊക്കെ നീരൊക്കെ മാറും. അടുത്ത ബാക്കിയും കൂടി വായിക്കാം നമുക്ക്. അങ്ങനെ അത്തരം ഒരു മഹത്വമാണ് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ന ചിന്ത.
ഗർഭകാലത്തെ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നത് ഈ മഹത്വത്തിന്റെ മൂല്യം അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ മഹത്വം അവൾ അറിയുന്നത് കൊണ്ടാണ്. മറിച്ച് വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ ജീവിതം തകർത്തു, എന്റെ സൗന്ദര്യം തകർത്തു, ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും എന്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന, സ്ത്രീരൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളെയും പുരോഗമനത്തിന്റെ പേരിൽ കുടുംബം എന്ന മൂല്യം ഇല്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും ഞാൻ മനുഷ്യഗണത്തിൽ പോലും കൂട്ടുന്നില്ല. ഇവരൊക്കെ ചേർന്ന് ചെയ്ത ഒരു ഗുണം എന്നത് അമ്മയാകാൻ ഇന്ന് പല പെൺകുട്ടികൾക്കും താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഈ ചിന്ത പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് എത്തിയത്? അയ്യോ, വായിച്ചിട്ട് എനക്കെന്നെ ടയേർഡ് ആവുന്നു. ബാക്കി നിങ്ങൾ വായിക്കോ? ഞാൻ തന്നെ വായിക്കണല്ലേ? ഈ ചാച്ചി പി ടി ഇത്രക്കൊന്നും എഴുതി കൊടുക്കല്ലേ ചാച്ചി പി ടി. ഗർഭം എന്നത് ഒരു മാരക രോഗം പോലെ 10 മാസം ആശുപത്രിവാസം ഒക്കെ അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒരു സ്ത്രീക്ക് നൽകി അവളുടെ ഈ 10 മാസത്തെ കച്ചവടമാക്കി അതിലൂടെ കൊയ്യുന്ന ലാഭം പല ആശുപത്രികളും ലക്ഷ്യമിട്ടപ്പോൾ നോർമൽ ഡെലിവറി എന്നത് ഇന്ന് കാണാൻ ഇല്ലാത്ത അവസ്ഥയായി. നോർമൽ ഡെലിവറി ചെയ്യണമെന്നോ സിസേറിയൻ വേണ്ട എന്നോ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. രോഗം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. മതിപ്പ, ഇത്ര മതി. ഇനി കൂടുതലൊന്നും വായിക്കാൻ കഴിയില്ല. ഇതിലേതാ രോഗം? ഏത് രോഗത്തെയാ പ്രതിരോധിക്കുന്ന പറയുന്നത്? ഗർഭം എന്ന രോഗം. അപ്പൊ പ്രതിരോധിക്കേണ്ടത് ഗർഭം ഉണ്ടാക്കാണ്ടാണോ? എങ്ങനെയാണ് അണ്ണൻ പറയുന്നത്? എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടാ. നിങ്ങൾ ഈ ചാറ്റ് ജി പി ടിന്ന് ഈ കോപ്പി പേസ്റ്റ് ചെയ്തതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഈ നാശം ജനിച്ചു കഴിഞ്ഞാൽ എന്റെ സൗന്ദര്യം പോകുമല്ലോ, മറ്റേത് പോകുമല്ലോ, ഇറ്റേത് പോകുമല്ലോ എന്നുള്ളത് ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും അങ്ങനൊന്നും ഒരിക്കലും വിചാരിക്കില്ല. ചിലപ്പോ ചില അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണെന്നുള്ള വിചാരിക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ടാകാം. പിന്നെ നിങ്ങൾ ഈ ആശുപത്രികളെ കൊയ്യുന്ന കൊള്ളലാഭത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് ഇങ്ങനെയൊന്നല്ല പറയേണ്ടത് എന്റെ പൊന്നണ്ണ. അതുപോലെ ഈ കാലഘട്ടത്തിലെ പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് അമ്മയാകാൻ താല്പര്യമില്ല എന്ന് അണ്ണൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അണ്ണോട് ആരെങ്കിലും വന്ന് പറഞ്ഞായിരുന്നോ പെൺകുട്ടികള് എനിക്ക് അമ്മയാകാൻ താല്പര്യമില്ല? ചിലപ്പോ ഈ കരിയറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ അവരെ കരിയറിനാണ് മുഖ്യത്വം കൊടുക്കുന്നത്. ആ മുഖ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പം ഈ ഗർഭാധാരണം കുറച്ച് കാലത്തേക്ക് നീട്ടി വെച്ചേക്കാം. അതിൽ കൂടുതൽ എനിക്ക് അമ്മയാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നു? പിന്നെ സിസേറിയന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. WHO മാർഗനിർദ്ദേശപ്രകാരം സിസേറിയൻ എന്ന് പറയുന്നത് 10 to 50% ആണ്. കേരളത്തിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 30% 40% ആണ്. അതിന് കാരണം പലതുണ്ട് മാഷെ. ഈ പെൺകുട്ടികൾ ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പെയിനാണ്. അത് നമുക്കൊന്നും അറിയില്ല, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പെയിനാണ്. അതിന്റെ പെയിനിന്റെ ആ മൂർധന്യാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നോർമൽ ഡെലിവറി ആവുള്ളൂ. അപ്പൊ ഒരു ദിവസവും 10 മണിക്കൂർ 8 മണിക്കൂറോളം ഈ പെയിൻ സഹിച്ചിട്ട് ഇവർ ആ ലേബർ റൂമിൽ നിൽക്കണം. അപ്പൊ ചില പെൺകുട്ടികൾ പറയും എനിക്ക് ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സിസേറിയൻ മതി. എന്നിട്ട് ഇവരെന്നെ സജസ്റ്റ് ചെയ്യും ഡോക്ടറോട്, എനിക്ക് സിസേറിയൻ മതി, എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട. എന്നിട്ട് ഈ പെൺകുട്ടികൾ ആ പെയിൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? പിന്നെ നമ്മുടെ കേരളത്തിലെ മാക്സിമം ഡെലിവറി നടക്കുന്നത് 30+ലാണ്. 30 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ സിസേറിയൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ 30+ എന്ന് പറയുന്നത് കുറച്ച് ഹൈ റിസ്ക് ആണ്. അതുകൊണ്ടാണ് സിസേറിയനിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത്. ഈ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സിസേറിയൻ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് വീട്ടിൽ പ്രസവിക്കും. അതിൽ കിട്ടിയാ കിട്ടി. പിന്നെ 10 മക്കള് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ദീനം വന്നു ചത്തുപോയി എന്നാ പറയാ പണ്ടത്തെ കാലത്ത്. ഈ സിസേറിയൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പണ്ടത്തെ കാലത്ത് മാതൃമരണവും അതുപോലെ തന്നെ ശിശുമരണവും കൂടുതലായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ആ കുറവുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. ഇത് എല്ലാ ആൾക്കാരും നിങ്ങളോട് പറഞ്ഞാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ ആ കാലഘട്ടത്തിൽ 14 വയസ്സിനും 15 വയസ്സും 16 ഇങ്ങനെയാണ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചുകൊണ്ടിരുന്നത്. ഈ 14 15 കല്യാണം കഴിച്ചതിന് ശേഷം 16 വയസ്സിൽ അവർ ഗർഭിണിയാവും. ഈ 16 മുതൽ 26 വയസ്സ് വരെ ഇവര് പ്രസവിച്ചു കൊടുക്കും. 10 കുട്ടികൾക്കൊക്കെ അമ്മയായി മാറും. അപ്പൊ അവർക്ക് ആ 26 വയസ്സിന്റെ ഹെൽത്ത് ഉണ്ടാവും എന്തായാലും. പക്ഷെ ഈ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവര് പഠിച്ചിട്ട് അവർക്കൊരു കരിയർ ഉണ്ടാവണം, അവർക്കൊരു ജോബ് ഉണ്ടാവണം. ഇതൊക്കെ ആക്കിയതിന് ശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചും ഗർഭാധാരണത്തെ കുറിച്ചും ചിന്തിക്കുന്നത് തന്നെ.
പണ്ടത്തെ കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കാലത്ത് അവർക്ക് പുറത്തു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് സിസേറിയൻ മതി എന്ന് പറയാൻ കഴിയില്ല, എനിക്ക് 2 കുട്ടികൾ മതി എന്ന് പറയാൻ കഴിയില്ല. ആ വീട്ടിലെ ആണുങ്ങള് ഇല്ല എനിക്ക് 10 കുട്ടികൾ വേണം, നീ 10 കുട്ടികൾ പ്രസവിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരായിരുന്നു പണ്ട് കാലത്തില്. ആ കാലമൊക്കെ മാറിയില്ലേ? ഇപ്പൊ നമ്മ ജീവിക്കാണ്ടിലാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണോ? ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിഞ്ഞില്ല. ആരോട് പറയാൻ ആര് കേൾക്കാൻ? ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ്. അതാണ് അഖിൽ മാരാറിന്റെ സ്വഭാവം. ശരി, ഇനി അടുത്ത വീഡിയോ കൊണ്ട് അടുത്ത ഫേസ്ബുക്ക് ചാറ്റ് GPT ഫേസ്ബുക്ക് പോസ്റ്റും കൊണ്ട് എപ്പോ വരും നോക്കാം. ഇതോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.